കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഇന്ന് അവതരിപ്പിച്ചത്. വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിനും നിയമസഭാ തിരഞ്ഞെടുപ്പിനും മുന്നോടിയായി അവതരിപ്പിച്ച ബജറ്റായതിനാൽ തന്നെ എല്ലാവരും വളരെ പ്രതീക്ഷയോടെയായിരുന്നു ഈ ബജറ്റിനെ ഉറ്റുനോക്കിയിരുന്നത്. എന്നാൽ ജനങ്ങളെ കാര്യമായി നല്ല രീതിയിൽ സ്വാധീനിക്കുന്ന പ്രഖ്യാപനങ്ങളൊന്നും ബജറ്റിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ 3 കോടിയിലധികം ജനങ്ങളിൽ 62 ലക്ഷത്തോളം ആളുകൾക്ക് ആശ്വാസമായ ക്ഷേമ പെൻഷൻ തുകയിൽ ഈ 5 വർഷമായിട്ടും 100 രൂപ പോലും 5 തവണ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി വർദ്ധിപ്പിച്ചിട്ടില്ല. ക്ഷേമ പെൻഷൻ 1600 രൂപയിൽ നിന്ന് 2500 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് രണ്ടാം പിണറായി സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് പത്രികയിൽ ഉണ്ടായിരുന്നുവെങ്കിലും അതും യാഥാർത്ഥ്യമായിട്ടില്ല. ബജറ്റിന് മുൻപ് 100 മുതൽ 200 രൂപ വരെ വർദ്ധിപ്പിക്കുമെന്ന സൂചന തന്നിരുന്നെങ്കിലും പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി തന്നു തീർക്കുമെന്ന് മാത്രമാണ് ധനമന്ത്രി ബജറ്റ് അവതരണത്തിൽ വ്യക്തമാക്കിയത്. ബജറ്റിലെ വികസന പ്രഖ്യാപനങ്ങൾ എടുത്താൽ ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ സ്വന്തം മണ്ഡലമായ കൊട്ടാരക്കര ഉൾപ്പെടുന്ന കൊല്ലം ജില്ലയ്ക്ക് കൈനിറയെ പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുകയാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ബജറ്റിൽ കൊല്ലത്തിനുള്ള പദ്ധതികൾ ഇതൊക്കെയാണ്. കൊല്ലം കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ IT പാർക്ക് എന്ന പ്രഖ്യാപനം ധനമന്ത്രി ബജറ്റിൽ നടത്തിയിരുന്നു. കിഫ്ബിയും കിൻഫ്രയും കോർപ്പറേഷനുമായി ഏർപ്പെടുന്ന കരാറിന്റെ അടിസ്ഥാനത്തിലാകും പദ്ധതി. 2025-26 ആദ്യഘട്ടത്തിലാകും പദ്ധതി പൂർത്തിയാക്കുക. കൊട്ടാരക്കരയിലെ രവിനഗറിലുള്ള കല്ലട ജലസേചന പദ്ധതി ക്യാമ്പസിലെ ഭൂമിയിലാണ് രണ്ടാമത്തെ IT പാർക്ക് സ്ഥാപിക്കുക. 97,370 ചതുരശ്ര അടി വിസ്തീർണത്തിലായിരിക്കും ഈ പാർക്ക്. വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ വികസന ത്രികോണ പദ്ധതിയും ബജറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. വെസ്റ്റ് കോസ്റ്റ് കനാലിന്റെ ആക്കുളം കൊല്ലം റീച്ചിന്റെ സ്വാധീന മേഖലയിൽ 15.115 ഹെക്ടർ ഏറ്റെടുക്കും. ഇവിടെ കാർഷിക വിനോദസഞ്ചാര കേന്ദ്രം ഉൾപ്പെടെ 5 വികസന മേഖലകൾ സ്ഥാപിക്കും. കൊല്ലത്ത് ഓഷ്യനേറിയത്തിനും മറൈൻ ബയോളജി പാർക്കിനും സ്ഥലമേറ്റെടുക്കാൻ 20 കോടി രൂപയും കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തോട് ചേർന്ന് പിൽഗ്രിം ഹൗസും എമിനിറ്റി സെന്ററും നിർമ്മിക്കാൻ 5 കോടി രൂപയും അനുവദിച്ചു. കൊട്ടാരക്കരയിൽ സയൻസ് മ്യൂസിയം സ്ഥാപിക്കാൻ 5 കോടി രൂപയും നീണ്ടകരയിൽ യാൻ ട്വിറ്റിംഗ് യൂണിറ്റ് ആൻഡ് നെറ്റ് ഫാക്ടറി തുടങ്ങാൻ 5 കോടി രൂപ അധികമായും വകയിരുത്തി. ജില്ലയിൽ പുതിയ വ്യവസായ ഫുഡ് പാർക്കിങ്ങിന് പ്രാരംഭഘട്ടത്തിൽ 5 കോടി രൂപയും ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയ്ക്കായി 30 കോടി രൂപയും വകയിരുത്തി. കൊല്ലം ജില്ലയുടെ ചരിത്രവും സമുദ്ര പാരമ്പര്യവും പ്രദർശിപ്പിക്കുന്ന ഹിസ്റ്ററി മാരിടൈം മ്യൂസിയത്തിന് 5 കോടി രൂപ. ശാസ്താംകോട്ടയിൽ ഇക്കോ ടൂറിസത്തിന് 1 കോടി രൂപ. ഇങ്ങനെ നീളുന്നു കൊല്ലം ജില്ലയ്ക്കായുള്ള പദ്ധതികൾ. കൂടുതൽ നേതാക്കളുള്ള കണ്ണൂരിന് പോലും വലിയ പ്രാധാന്യമില്ലാത്ത ബജറ്റിൽ കൊല്ലത്തിന് പ്രാധാന്യം നൽകിയതിൽ ചർച്ചകളും ഉടലെടുക്കുന്നുണ്ട്. ഏതായാലും സാധാരണക്കാരന് ആശ്വാസമേകാത്ത ഈ സമ്പൂർണ്ണ ബജറ്റ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് അനുകൂലമാകുമോ അതോ പ്രതികൂലമാകുമോ എന്ന് വരും നാളുകളിൽ അറിയാം. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.